ചേർത്തല തെക്ക് പഞ്ചായത്തിലെ കണ്ണികാട്ട് മേഖലയിൽ ചീങ്കണ്ണിയെ കണ്ടതായി വീട്ടമ്മയുടെ വെളിപ്പെടുത്തൽ. അർത്തുങ്കൽ പോലീസ് എത്തി ജാഗ്രതാ നിർദ്ദേശം നൽകി. പിന്നെ ഇവിടുന്ന് ചാടി വെള്ളത്തിലാട്ട് വീണ് വെള്ളത്തിൽ നിന്ന് ഇങ്ങനെ എഴഞ്ഞെഴഞ്ഞാണ് അങ്ങോട്ട് പോയത്. അപ്പോൾ ഇങ്ങനെ പതിഞ്ഞ് പോണ കണ്ടാണ് എനിക്ക് മനസ്സിലായത് ഇത് പിന്നെ ചീങ്കണ്ണിയാണെന്ന്. ചീങ്കണ്ണിനെ കണ്ടിട്ടുണ്ടല്ലേ, ചീങ്കണ്ണിയാണെന്ന് എനിക്ക് മനസ്സിലായത്. അങ്ങനെ പതിഞ്ഞ് പോയി അവിടെ താഴുന്നവരെ ഞാനിവിടെ നിൽക്കുകയായിരുന്നു. താഴുന്നവരെ ഇത് ചെന്ന് അവിടെ കുഴിയിലാട്ട് ഇങ്ങനെ കുത്തി ഇങ്ങോട്ട് താഴുകയാണ് ചെയ്തത്. അപ്പോൾ ഞാൻ ഉടനെ എന്തോ തലക്ക് പേടി വന്ന പോലെ, എന്താണ് ഇതുപോലെ ചെയ്യുക, എനിക്ക് ആൾക്ക് പറഞ്ഞു കേട്ടിട്ടുണ്ട് പിടിക്കുക ചെയ്യുമെന്ന്. അങ്ങനെയാണ് ഞാൻ അങ്ങോട്ട് നടന്ന് ചെല്ലുമ്പോൾ ഈ കൊച്ചിനെ കണ്ട് ഞാൻ പറഞ്ഞിട്ട് ഒരു സംഗതി ഇവിടെ ഉണ്ടല്ലേ ചീങ്കണ്ണി, നീ എളുപ്പം വരാൻ പറഞ്ഞപ്പോൾ ചേച്ചി പേടിക്കണ്ട ചേച്ചി പോരാൻ പറഞ്ഞ് അവൾ അക്കരെ നിൽക്കുകയാണ്. അപ്പോൾ ഞാൻ കൂടി കടയിൽ ചെന്ന് ഞാനിങ്ങനെ എനിക്ക് മേലാതെ തലകറക്കൊക്കെ ഉണ്ടായി. ഞാൻ അവിടെ പോയി ഇരുന്നപ്പോൾ ഞാൻ പറഞ്ഞു, ഉഷ എനിക്ക് ഇച്ചിരി വെള്ളം തരണമെന്ന് പറഞ്ഞ് ഞാനൊരു എന്താണ് പ്രശ്നം എന്ന് ചോദിച്ചാൽ പറഞ്ഞ് ഇതേ ഞാൻ ചീങ്കണ്ണീനെ നമ്മുടെ ഇവിടെ കണ്ടെന്ന് പറഞ്ഞു. ചീങ്കണ്ണിയാണ് ഞാൻ പറഞ്ഞു, അതെ ചീങ്കണ്ണി. അപ്പോൾ ഞാൻ കാര്യമൊക്കെ പറഞ്ഞു കൊടുത്ത് ഇന്ന പോലെ പിന്നെ ചുണ്ടൊക്കെ നീണ്ടതാണ്, വാലൊക്കെ നീണ്ടതാണ്, ഇങ്ങനെ പതിഞ്ഞ് മുള്ളൊക്കെ ഉണ്ട് എന്നൊക്കെ അത് ചീങ്കണ്ണി തന്നെയാണെന്ന് പറഞ്ഞു. പിന്നെ വെള്ളം കുടിച്ച് കുറേ നേരം അവിടെ ഇരുന്നപ്പോൾ പറഞ്ഞ് ഒരു വടി കയ്യിലെടുക്കണമെന്ന് പറഞ്ഞു. ഇനിയും കയറി വരുവാ ഇല്ലെന്നറിയാൻ മേല ഒരു വടി. ഞാൻ അപ്പോൾ ഈ കൊച്ചു പറഞ്ഞ് ഈ ചേച്ചിനെ ഞാൻ കൊണ്ടാക്കാം. ഞാൻ പറയും വേണ്ട, ഞാൻ ഒറ്റയ്ക്ക് പൊക്കോളാമെന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ ഇങ്ങോട്ട് പോന്നു. ഇന്നലെ ഇതുപോലെ ഞാൻ വന്ന് നോക്കി ഇനി ഇവിടെ അങ്ങനെ കിടപ്പുണ്ടായില്ലെന്ന്. ഇതിവിടെ ദൂരെയാണ് വന്ന് നിന്നാ, അപ്പോൾ എനിക്ക് പേടി. ഇവിടെ വന്ന് നിന്നിട്ട് ഇവിടെ കിടന്നൊന്നുമില്ല, അത് കിടന്ന പാടാണത്. വെയിൽ കൊള്ളുന്നതാണ് കിടന്ന് ആ ഇതൊന്നും നമുക്കറിയാമല്ലേ. രാത്രി ഇവിടെ ഒരു മനുഷ്യൻ മരിയല്ല, ഞാൻ മാത്രമേ കടയിലോട്ട് പോകുള്ളൂ. ഞങ്ങൾ 2-3 പേരേ പോകുള്ളൂ. ഇവിടെ ആൾ സഞ്ചാരമൊന്നുമില്ല. ഒക്ടോബർ 5 ഞായറാഴ്ചയാണ് തൊഴിലുറപ്പ് തൊഴിലാളിയായ പ്രസന്ന എന്ന വീട്ടമ്മ ചീങ്കണ്ണിയെ കണ്ടത്. വിവരമറിഞ്ഞെത്തിയ പോലീസും നാട്ടുകാരും ലക്ഷണങ്ങൾ വെച്ച് ചീങ്കണ്ണിയാണെന്ന സൂചനയാണ് നൽകുന്നത്. ജനങ്ങൾ ജാഗ്രത പാലിക്കണമെന്ന് ഇതിന്റെ അടിസ്ഥാനത്തിൽ പോലീസ് മുന്നറിയിപ്പും നൽകി. കരിപ്പാച്ചൽ പ്രദേശം ഒരു ദ്വീപാണ്. ജനവാസം തീരെയില്ലാത്ത ഈ ദ്വീപ് കാട് പിടിച്ച് കിടക്കുന്നു. ഒരു കാലത്ത് തെങ്ങ് കൃഷിക്ക് സമൃദ്ധമായിരുന്നു. കാർഷിക മേഖലയിലെ പ്രതിസന്ധികൾ കാരണം കർഷകർ കൃഷി പാടെ ഉപേക്ഷിച്ചു. ഇതോടെ ഇവിടം കൂടുതൽ ഒറ്റപ്പെട്ടു. ഏതാണ്ട് 50 ഏക്കറോളം വലിപ്പമുണ്ട്. ദ്വീപിൽ ഒരു കാലത്ത് ചീങ്കണ്ണികളുടെ ആവാസ വ്യവസ്ഥ നിലനിന്നിരുന്നു. കൃത്യമായ കാർഷിക ജോലി വന്നപ്പോഴാണ് ചീങ്കണ്ണി ഇല്ലാതായത്. വീണ്ടും കാടും പുല്ലും പിടിച്ചതോടെ പഴയ ആവാസ വ്യവസ്ഥ രൂപപ്പെട്ടതാണെന്ന് കരുതുന്നു. കരിപ്പാച്ചാലിൻ്റെ പടിഞ്ഞാറും നൂറുകണക്കിന് ആളുകൾ താമസിക്കുന്നുണ്ട്. ചീങ്കണ്ണി സാന്നിധ്യം അറിഞ്ഞതോടെ ഗ്രാമവാസികൾ ഭീതിയിലാണ്. പഞ്ചായത്ത് അംഗം രാജഗോപാലിന്റെ നേതൃത്വത്തിൽ നിരീക്ഷണം ശക്തമാക്കിയിട്ടുണ്ട്. ചീങ്കണ്ണിയുടെ ആക്രമണത്തിൽ പലർക്കും പരിക്കേറ്റ വാർത്തകൾ പുറത്തു വന്നിട്ടുണ്ട്. അതുകൊണ്ട് തന്നെയാണ് അർത്തുങ്കൽ പോലീസ് എത്തി ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുള്ളത്. വിൻമീഡിയ, ചേർത്തല.